നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാന്ഡം. ഭഗവാൻ പരമേശ്വരിയോട് രാമാവതാരത്തെക്കുറിച്ച് പകർന്നു കൊടുക്കുകയാണ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ. പംക്തികന്ദര മുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോട് അറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് ഇവ ചെന്നു, വേദനം ചെയ്യുക എന്നെ, മറ്റൊരു വഴിയില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢ ഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടു കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നേടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു. ശിവഭഗവാന്റെ കഥാകഥനം അധ്യാത്മരാമായണത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ ഭൂമിയിലേക്ക് വരാനിടയായ സാഹചര്യം എന്താണ്? പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരയുദ്ധം നടക്കുകയുണ്ടായി. ദേവന്മാരാൽ വധിക്കപ്പെട്ടവരായ അസുരന്മാർ ഭൂമിയിൽ രാക്ഷസന്മാരായി വന്നു പിറന്നു. ആ രാക്ഷസന്മാരുടെ ദുഷ്ചെയ്തികൾ ക്ഷമാസ്വരൂപിണിയായ ഭൂമിദേവിക്ക് പോലും താങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായി. ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം പൂണ്ട് ബ്രഹ്മദേവന്റെ അരികിൽ ചെന്ന് സങ്കടമുണർത്തിക്കുന്നു. ബ്രഹ്മദേവൻ ഭൂമിദേവിയോട് പറയുന്നു, ഞാൻ മാത്രം വിചാരിച്ചാൽ ഭൂമിയുടെ സങ്കടം തീർക്കാൻ സാധ്യമല്ല. ഒരു കാര്യം ചെയ്യാം, ദേവന്മാരെ കൂടി വിളിക്കാം. കൈലാസനാഥനായ സാക്ഷാൽ പരമേശ്വരനോടും പാർവതീദേവിയോടും നമ്മുടെ സങ്കടം ഉണർത്തിക്കാം. തുടർന്ന് അവരെ കൂടി കൂട്ടിക്കൊണ്ട് വൈകുണ്ഠനാഥനായ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവായ ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് ചെല്ലാം. അതനുസരിച്ച് എല്ലാവരും വൈകുണ്ഠനാഥനായ ശ്രീഹരി വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധാനത്തിൽ എത്തിച്ചേർന്നു. ബ്രഹ്മദേവൻ പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭീഷ്ടത്തെ പ്രദാനം ചെയ്യുന്ന, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള പൂർണ്ണസ്വരൂപനായ ഭഗവാനെ, ഭഗവത് ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്ന സൂക്തമാണ് പുരുഷ സൂക്തം. ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാംഗുലം പുരുഷേ വേദഗും സർവം യദ്ഭൂതം യച്ച ഭവ്യം
ഉദാമൃതത്വശേഷാന യതന്നേനാതിരോഹത്തി. സഹസ്രശീർഷനായ, പൂർണ്ണസ്വരൂപനായ, സഹസ്രാക്ഷനായ, എവിടെയും കടന്നെത്താൻ സാധിക്കുന്ന വിധത്തിൽ അനന്തമായ പാദങ്ങളോടുകൂടിയ ഭഗവാന്റെ മഹത്വങ്ങളെ വർണ്ണിക്കുകയാണ്. ഓരോ വർണ്ണങ്ങളും ഭഗവാന്റെ അംശങ്ങളായി തന്നെ സൂചിപ്പിക്കുന്നു. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യാകൃത ഊരൂതദസ്യ ദ്വൈഷ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ട് ജപിക്കുന്ന, ബ്രഹ്മതത്വത്തെ അറിഞ്ഞ ബ്രാഹ്മണൻ ഭഗവാന്റെ തിരുമുഖത്ത് നിന്നും, രാജന്യനായ ക്ഷത്രിയൻ ഭൂമിയെ സംരക്ഷിക്കുന്ന, തന്റെ കരുത്താർജിക്കുകയും ആ കരുത്തിന്റെ പ്രഭാവത്താൽ ഭൂമിയെ സംരക്ഷിക്കുന്ന ക്ഷത്രിയൻ ഭഗവാന്റെ ബാഹുവിൽ നിന്നും, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ജനനന്മയ്ക്ക് വേണ്ടി ഒരിടത്തു നിന്നും മറ്റൊരിടത്തിലേക്ക് കൊണ്ടുപോകുന്ന വൈശ്യൻ ഊരുവിൽ നിന്നും, അതായത് തുടയിൽ നിന്നും, ഭഗവാന്റെ പാദങ്ങൾ തന്നെയായ ഭൂമിയെ പരിലാളിക്കുന്നതിന് വേണ്ടി കാർഷിക വൃത്തി ചെയ്യുന്ന ശൂദ്രൻ ഭഗവാന്റെ പാദത്തിൽ നിന്നും ജനിച്ചിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരുപാട് വിശേഷണങ്ങളും അർത്ഥതലങ്ങളുമൊക്കെ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ്. ഈ പുരുഷ സൂക്തത്താൽ ഭഗവാൻ സംതൃപ്തനായി. ബ്രഹ്മദേവനോട് ചോദിക്കുന്നു, അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് എന്തിനാണ് ഇവരെ കൂടി കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ചോദിക്കുന്നു. ഞാൻ എന്താണ് നിങ്ങൾക്കായി ചെയ്തു തരേണ്ടത് എന്ന് ബ്രഹ്മദേവനോടും ഒപ്പം മഹാദേവനോട്, പാർവതീദേവിയോട്, ഭൂമിയോട്, സകല ദേവന്മാരോട് വളരെ വിനയപൂർവം തന്നെ, സന്തോഷപൂർവം തന്നെ അവരെ സ്വീകരിച്ചുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ചോദിക്കുന്നു. അപ്പോഴാണ് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ഭൂമിദേവി തന്റെ സങ്കടങ്ങളെ അറിയിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത്, പുലസ്ത്യന്റെ മകനായ വിശ്രവസിന് കൈകസി എന്ന നാമധേയത്തിലുള്ള രാക്ഷസ സ്ത്രീയിൽ നിന്ന് ജനിച്ച രാവണൻ, കുംഭകർണൻ തുടങ്ങിയിട്ടുള്ള ദുഷ്ടന്മാരുടെ നേതൃത്വത്തിൽ രാക്ഷസ പടകൾ മുഴുവൻ നിറഞ്ഞ് ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുന്ന താപസന്മാരെ ഉപദ്രവിച്ച്, സത്തുക്കളെ ദ്രോഹിച്ച്, ഭൂമിയിലുള്ള വിവിധ തരത്തിലുള്ള വിഭവങ്ങളെ ചൂഷണം ചെയ്ത്, സാധുക്കളെ അടിച്ചമർത്തി ദ്രോഹിച്ച് അവരുടെ അഹങ്കാരത്തെ പ്രകടിപ്പിക്കുന്നത് തനിക്ക് കാണാനാവില്ല, തനിക്ക് സഹിക്കാനാവില്ല എന്ന് ഭൂമിദേവി ഭഗവാനോട് പറയുകയാണ്. അതുപ്രകാരം ഭഗവാൻ മെല്ലെ ചിരിച്ചുകൊണ്ട് ഭൂമിദേവിയെ ആശ്വസിപ്പിക്കുന്നു. ഭൂമിദേവി വിഷമിക്കേണ്ട, ഭൂമിദേവിയുടെ ദുഃഖങ്ങളെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടി നാം ത്രേതായുഗത്തിൽ ദശരഥ നന്ദനായി അവതാരം ചെയ്യും എന്ന് പറയുന്നു. അവതാരത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നിർവഹിക്കുവാൻ ബ്രഹ്മദേവനോട് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അതുപ്രകാരം ബ്രഹ്മദേവൻ ദേവന്മാരെ ഓരോരോ ഭഗവാന്റെ അവതാരത്തിന് മാറ്റുകൂട്ടുന്നതിനു വേണ്ടി ഓരോരോ വ്യക്തിത്വങ്ങളായി അവതരിപ്പിക്കുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ദേവന്മാരിൽ ചിലരെ ഭഗവാന്റെ അവതാരത്തിന് മഹത്വം കൽപ്പിക്കുവാൻ വാനരശ്രേഷ്ഠന്മാരായി പോലും അയക്കുന്നുണ്ട് എന്ന് പിന്നീടുള്ള കഥകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. രാമായണത്തിന്റെ ഭഗവാന്റെ അവതാരത്തിന്റെ തുടക്കം അധ്യാത്മ രാമായണത്തിൽ ശിവ പാർവതി സംവാദമായി സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. സാക്ഷാൽ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നു, സാക്ഷാൽ ഈശ്വരൻ തന്നെ ഈ ഭൂമിയിലേക്ക് അവതാരം കൊണ്ടവനാണ് ശ്രീരാമചന്ദ്രൻ. രാമൻ എന്നാൽ നമ്മുടെ മനസ്സിനെ രമിപ്പിക്കുന്നവൻ എന്നർത്ഥം. രമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക എന്നാണ് അർത്ഥം. ആനന്ദത്തിന്റെ പരകോടിയിലേക്ക് സ്നേഹത്തിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന
ശ്രീരാമചന്ദ്രന്റെ കഥാമൃതം നമുക്ക് ഇനിയും കേൾക്കാം. സ്നേഹാദരങ്ങൾ.